ശിവരാത്രി ദിവസം ഈ ചെല്ലാണ്ട് ഒരു നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ നാമം ഉരുവിട്ടാൽ ശിവഭഗവാൻ പരമേശ്വരിയും നിങ്ങളിലേക്ക് ഓടി വരുമെന്നുള്ളതാണ്. അത്ഭുതകരമായ, ആരും പറഞ്ഞു തരാത്ത രഹസ്യമായ ഒരു ശിവനോളം തന്നെ പഴക്കമുള്ള ഒരു അത്ഭുത രഹസ്യ നാമമാണ്, വരിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ശിവരാത്രിയുടെ തലേദിവസം ജപിക്കാം, ശിവരാത്രിയുടെ അന്ന് ജപിക്കാം, ശിവരാത്രി കഴിഞ്ഞ് വരുന്ന ദിവസവും ജപിക്കാം. അങ്ങനെ 3 ദിവസം ജപിക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ എപ്പം മുതലാണ് കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്ക് ജപിക്കാം. അത്ഭുതകരമായ, ഏറ്റവും രഹസ്യമായ ഒരു വരി മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. എനിക്കൊരു കാര്യം 100% ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം ശിവൻ നിശ്ചയിച്ച ആളുകളാണ്, ശിവഭഗവാൻ നിശ്ചയിക്കപ്പെട്ട ആളുകളാണ്. ഈ വീഡിയോ അറിഞ്ഞോ അറിയാതെയോ കാണുന്ന എല്ലാവരും, ഞാൻ ഹൃദയത്തിൽ തട്ടിയാണ് ഇത് പറയുന്നു. കാരണം അല്ലേ ഇത് കാണാൻ പറ്റത്തില്ല. ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത, ഈ ലോകത്തിൽ തന്നെ ആരും പറഞ്ഞു തരാത്ത ഒരു അത്ഭുത രഹസ്യ വരിയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ശിവഭഗവാൻ നിശ്ചയിച്ചവരാണ് നിങ്ങൾ. നിങ്ങളത് മുഴുവൻ അറിയട്ടെ, മുഴുവൻ അറിയുക. നിങ്ങൾ ഭഗവാനെയും പരമേശ്വരനെയും അറിയട്ടെ. അത് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം എല്ലാവരും നിങ്ങളെല്ലാവരെയും ഞാൻ പ്രണമിക്കുന്നു. കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും, ഭഗവാൻ നിശ്ചയിക്കാത്തവർക്ക് ആർക്കും ഈ വീഡിയോ കാണാൻ പറ്റത്തില്ല, അറിഞ്ഞോ അറിയാതെയാണെപ്പോലും. ഭഗവാൻ പരമേശ്വരനും പരമേശ്വരിയും. അപ്പൊ ഞാൻ ആ ഒരു വരി പറഞ്ഞുതരാം. അത് നിങ്ങൾ കേട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് ആ വരി ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം, വാഗോണ്ടും ജപിക്കാം, മനസ്സിലും ജപിക്കാം. നിങ്ങളുടെ കിടപ്പുമുറിയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ അത് എഴുതി വെക്കാം. ഒരു പേപ്പറിൽ എഴുതി ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഭിത്തി വൃത്തികേടാകത്തുമില്ല. പിന്നെ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ അല്ലെങ്കിൽ വടക്കേ ഭിത്തിയിലും ഒരു പേപ്പറിൽ എഴുതി 2 സൈഡുള്ള ടേപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അങ്ങനെയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഈ മന്ത്രം ഉരുവിടുകയും ചെയ്യാം. മനസ്സിലും വാഗൊണ്ടും മനസ്സിലും ഒക്കെ ഫ്രീ ആയിരിക്കുമ്പോൾ ഉരുവിടാം. ഞാൻ ആ മന്ത്രത്തെക്കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളെല്ലാം പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഞാൻ പ്രണമിച്ചത്, ഹൃദയത്തിൽ നിന്നാണ് പ്രണമിച്ചത്. ആ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നിങ്ങൾ മുഴുവൻ കേട്ടിട്ട് അത് ജപിക്കാവുള്ളൂ, മുഴുവൻ അറിയണം കേട്ടോ. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. മന്ത്രം ഞാൻ ഇപ്പം പറയുന്നുണ്ട്. അത് കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി ഇടുന്നുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് ഞാൻ പറയുന്ന ഏത് മന്ത്രമാണെങ്കിലും ജപിക്കാവുള്ളൂ കേട്ടോ. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. അപ്പോൾ മന്ത്രം ഇതാണ്: വയ നമശി അൻപേ ശിവം. ശരിക്കും ഇത് 2 മന്ത്രങ്ങളാണ്, പക്ഷെ ഇത് ഒന്നിച്ചാണ് ജപിക്കേണ്ടത്. വയ നമശി അൻപേ ശിവം. വയ നമശി എന്നുള്ള നമശിവായ തിരിച്ച് പല രീതിയിലിടാം. അതിലൊരു രീതിയാണ് വയ നമശി അൻപേ ശിവം. ഒന്നിച്ച് ജപിക്കണം. വയ നമശി അൻപേ ശിവം. എന്താണ് ഈ മന്ത്രത്തിന്റെ രഹസ്യം? ഈ മന്ത്രം കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. വയ നമശിയുടെ വാ എന്നുള്ളത് ശക്തിയാണെന്ന് അറിയുക. ദേവി പരാശക്തിയാണ്, അമ്മ പരമേശ്വരിയാണ്. അമ്മയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് തന്നെ കോടി പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. വാ, അമ്മയുടെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. വാ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, പരമേശ്വരിയാണ്. യാ, വയനമശിലെ യാ ആത്മാവാണ്, നിങ്ങളുടെ തന്നെ ആത്മാവാണ്, നിങ്ങളുടെ തന്നെ ആത്മസ്വരൂപമാണ്. വയ നാ എന്നുള്ളത് ഭൗതികം, നമ്മുടെ ഈ ഭൗതികം, നമ്മൾ കാണുന്ന ഈ ലോകം. കർമ്മം, നമ്മുടെ കർമ്മം. അതുപോലെ തന്നെ മായ, നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഈ മായാപ്രപഞ്ചം, ഇത് തന്നെയാണ് നാ. വാ യാ നാ. മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെയുള്ള ആണവ മലങ്ങൾ, ഇതെല്ലാം ഇല്ലാതാകും എന്നുള്ളതാണ്. അപ്പം വാ യാ നാ മാ. ഷീ എന്ന് വെച്ചാൽ ശിവൻ. വയ നമശിയുടെ രഹസ്യം ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. അൻപേ ശിവം. എന്താണ് അൻപേ ശിവം? അൻപെന്ന് വെച്ചാൽ സ്നേഹം, സ്നേഹമാണ് ശിവൻ. അത് മാത്രമല്ല, ഇതിന് വേറെ ചില രഹസ്യങ്ങളോടുണ്ട് ഈ അൻപേ ശിവത്തിന്. അതെന്താണെന്നറിയാമോ? ആറ്റത്തിനുള്ളിലെ ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും ഇലക്ട്രോണുകളെയും ഒക്കെ ചേർത്ത് നിൽക്കുന്ന ശക്തി, കോശത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തി, ഈ പ്രപഞ്ചത്തിനുള്ളിൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തി
സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്ന ശക്തി, ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി, എല്ലാവരുടെ ഉള്ളിലുള്ള ആ ശക്തി, അങ്ങനെ ഉള്ള ആ ഒരു ശക്തിയാണ് അൻപേ ശിവം. അത് ശിവഭഗവാന്റെ സ്നേഹം തന്നെയാണ്. ശിവഭഗവാന്റെ സ്നേഹം തന്നെയാണ് ആ ശക്തി. അൻപെന്ന് വെച്ചാൽ സ്നേഹം. അൻപേ ശിവം നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരബോധത്തെ, നമ്മുടെ ഉള്ളിലെ പ്രവർത്തനത്തെ, നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ദൈവികമായ ശക്തി. ആ ശക്തിയാണ് അൻപേ ശിവം. നമ്മൾ ശ്വസിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ദൈവികമായ ശക്തി, നിങ്ങളുടെ ഉള്ളിലുള്ള ശിവബോധം, അൻപേ ശിവം. ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ശക്തി, ആറ്റങ്ങളെയും കോശത്തിലും എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തി, ആ ശക്തിയാണ് അൻപേ ശിവം. അപ്പം വയനമശി അൻപേ ശിവം, ഇതിനപ്പുറത്തൊരു കാര്യമില്ല. വയനമശി അൻപേ ശിവം, ഇത് നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും. മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവാനായിരിക്കും, ഏറ്റവും ഐശ്വര്യമുള്ള വ്യക്തിയായിരിക്കും. ശിവനും പരമേശ്വരിയും നിങ്ങളിലേക്ക്, ശിവന്റെയും പരമേശ്വരിയുടെ അനുഗ്രഹം ഓടിയെത്തും. നിങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും ഈശ്വരാധീനമുള്ള, ദൈവാനുഗ്രഹമുള്ള ഏറ്റവും വ്യക്തി നിങ്ങളായിരിക്കും. നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കും. നിങ്ങൾക്കാരും ഈശ്വരനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേറെ ആരും ഈശ്വരനെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു തട്ടിപ്പിലോ വെട്ടിപ്പിലോ ഒന്നും പോയി ചാടത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ പരമേശ്വരനെയും പരമേശ്വരിയെ അനുഭവിക്കും. അത് സത്യമാണ് ഞാൻ പറയുന്നത്, സത്യബോധമാണ്, സത്യമായ ജ്ഞാനമാണ് ഞാൻ പറയുന്നത്, സത്യമായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് ശിഷ്യപ്പെടാനോ ഗുരുവും ശിഷ്യനും കളിയൊന്നും ഇവിടില്ല. സത്യമായ ജ്ഞാനം പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്തോളുക, നിങ്ങൾ ആ ഈശ്വരനെ അനുഭവിക്കും. നിങ്ങളുടെ ജന്മം ധന്യമാകും. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഏത് തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, ഏത് പാപകർമ്മങ്ങൾ ചെയ്ത ആളായിക്കോട്ടെ, ഏത് പുണ്യങ്ങൾ ചെയ്ത ആളായിക്കോട്ടെ, നിങ്ങൾ ആരൊക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ ഈ പരമേശ്വരനെയും പരമേശ്വരിയെയും ഈ മന്ത്രത്തിലൂടെ അറിഞ്ഞാൽ, ഈ മന്ത്രത്തിനകത്ത് ശിവനും ശക്തിയും നമ്മുടെ ലോകവും നമ്മളുടെ വികാരങ്ങളും നമ്മുടെ ആത്മാവും എല്ലാം ഈ വയനമശിക്കകത്തുണ്ട്, അൻപേ ശിവത്തിനകത്തുമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളത് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശക്തികളും ഈ ഒരു വരിക്കകത്തുണ്ട്. വയനമശി അൻപേ ശിവം. ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം. ഞാന് ഇത് ശിവരാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഭഗവാനെ നിങ്ങൾ അറിയട്ടെ, പരമേശ്വരനെ നിങ്ങൾ അറിയട്ടെ, പരമേശ്വരിയെ നിങ്ങൾ അറിയട്ടെ വേറൊരു എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയില്ല. ആ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നത് മുതൽ നിങ്ങൾക്ക് ഇത് ജപിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ശനിയാഴ്ച ജപിക്കുക, ശിവരാത്രിയുടെ അന്ന് ഫെബ്രുവരി 15-ാം തീയതി ജപിക്കുക, ഫെബ്രുവരി 16-ാം തീയതി തിങ്കളാഴ്ച ജപിക്കുക. 3 ദിവസമെങ്കിലും അടുപ്പിച്ച് ജപിക്കും നല്ലതാണ്. പിന്നെ എപ്പം വേണമെങ്കിലും ജപിക്കുക, എന്നും ജപിക്കുക, ഒരു കുഴപ്പമില്ല. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇതുപോലെ വീട്ടിൽ എഴുതിയും വെക്കാം, വേണമെങ്കിൽ ഓഫീസിലും എഴുതി വെക്കാം. അപാരമായ വശ്യമാണ്. നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും വിശ്വാസത്തോടെ ചെയ്താൽ മാറി തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ മുതൽ നിങ്ങൾ ആരായിരുന്നു എന്ന് ഉള്ളതല്ല, ഈ ഒരു മന്ത്രം അറിയുന്നത് മുതൽ, ഈ ഒരു ജ്ഞാനം ലഭിക്കുന്നത് മുതൽ, ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മുതൽ നിങ്ങൾ പുതിയൊരു മനുഷ്യനാണ്. ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതം മാറി, നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറുവാണ്. നിങ്ങൾ ഈശ്വരനെ അറിയുന്ന നിമിഷമാണിത്. ഈ നിമിഷം മുതൽ നിങ്ങൾ പുതിയ വ്യക്തിയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു പരമജ്ഞാനത്തെ മനസ്സുകൊണ്ടാണേലും ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ മഹത്വം, പരമേശ്വരിയുടെ മഹത്വം. എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ അല്ല, നിങ്ങളുടെ ഏതേതോ ജന്മങ്ങളിലെ പുണ്യത്തിന്റെ ഒരു ഫലമാണ് ഈ ഒരു കാര്യം. ഈ ഒരു ജ്ഞാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പ്രണമിക്കുന്നതിന്റെ കാര്യം അതാണ്. ഈ വീഡിയോ ആര് കണ്ടാലും അവര് പരമേശ്വരന്റെയും പരമേശ്വരിയുടെയും ആ ഇച്ഛയുള്ളവരാണ്. പരമേശ്വരനും പരമേശ്വരിയും നിശ്ചയിക്കപ്പെട്ടവർക്കേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ പലതും കാണാൻ പറ്റും, ഇതറിയാൻ പറ്റത്തുള്ളൂ. ഇനിയും ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 രഹസ്യങ്ങളുണ്ട്. അതുകൂടെ അറിഞ്ഞിട്ടേ ഇത് ജപിക്കാവുള്ളൂ. നമ്പർ 1, നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ, ഇത് നിങ്ങൾ ജപിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഈ കാര്യം ചെയ്യുക. ജപിക്കുമ്പോൾ ഈ 3 ദിവസമെങ്കിലും ചെയ്യുക. നിങ്ങൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. നിങ്ങളോട് തെറ്റു ചെയ്ത എല്ലാവർക്കും മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളോട് പലരും പല തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരാളോട് ക്ഷമിക്കുക എന്ന് കരുതി അവർ ചെയ്തത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുക എന്നതിന് അർത്ഥമില്ല.
നമ്മളുടെ മനസ്സിൽ ഒരാളോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പക, വിദ്വേഷം, വെറുപ്പ് ഇതൊക്കെ ഉണ്ടാകും. ഇത് അവരുടെ മനസ്സിലല്ല ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സിലാണ്. ഇത് നമ്മളുടെ മനസ്സിനെ മലിനപ്പെടുത്തും. നമ്മളുടെ മനസ്സിൽ ഈശ്വരീയമായ ശുദ്ധബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിലെ പക, വെറുപ്പ്, മാലിന്യങ്ങൾ ഇതിനെ മനസ്സിൽ നീക്കം ചെയ്യണം. ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുക. എല്ലാവരോടും ക്ഷമിക്കുക. കാരണം നിങ്ങളുടെ മനസ്സ് നാശത്തിലേക്ക് പോകും. അതുണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുക. ക്ഷമിക്കുന്ന പൂർണ്ണ മനസ്സോടുകൂടി തന്നെ ക്ഷമിക്കുക. എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. നിങ്ങളോട് തെറ്റ് ചെയ്ത എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. മനസ്സുകൊണ്ട് പറയുക, ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു. അറിഞ്ഞോ അറിയാതെ എന്നോട് തെറ്റിയത് എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. പരമേശ്വര, പരമേശ്വരി, എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുക്കുന്നു. എനിക്ക് മാപ്പ് തരുന്നു എന്ന് സ്വയവും പറയണം. മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഒരു 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 മനസ്സിലൊരു ശുദ്ധ ബോധം ഉണ്ടായി വരും. അത് ശിവനാണ്, അത് പരമേശ്വരനാണ്, പരമേശ്വരിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നന്ദി പറയുക. എന്തിനൊക്കെ നന്ദി പറയണം? എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഈ ഒരു ദിവസം നൽകിയത് ഈശ്വര നന്ദി. അതെല്ലാ ദിവസവും രാവിലെ പറയണം. എനിക്ക് ഈ ഒരു ദിവസം ഈശ്വരൻ നൽകിയതിന് പരമേശ്വര, പരമേശ്വരി, അവിടത്തേക്ക് നന്ദി. ഞാൻ നടക്കുന്നതിന്, ഞാൻ ഇരിക്കുന്നതിന്, ഞാൻ ശ്വസിക്കുന്നതിന് എല്ലാം നന്ദി. ഞാൻ ശരീരം ആരോഗ്യത്തോടും എൻ്റെ മനസ്സ് ശാന്തിയോടും കൂടി ഇരിക്കുന്നതിന് പരമേശ്വര, പരമേശ്വരി നന്ദി. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ പറയുക. ഇതിനെല്ലാം മാറ്റങ്ങൾ വരും. നമ്മൾക്ക് പുതിയ പുതിയ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും ആണെങ്കിലും നല്ല നല്ല ഡോക്ടർമാരെ കാണാനും മരുന്ന് ചെയ്യാനും ഒക്കെ അസുഖങ്ങൾ മാറാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായി വരും. മനസ്സിലായില്ലേ? മനസ്സിന് ശാന്തി ഇല്ലാത്തതാണെങ്കിൽ ശാന്തി ഉണ്ടാകും. നമ്മളിതങ്ങ് പറഞ്ഞു തുടങ്ങുക. പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ശാന്തി ഒന്നും കാണത്തില്ല, പക്ഷെ ശാന്തിയൊക്കെ വന്നോളും. അപ്പം പരമേശ്വര, പരമേശ്വരി, എല്ലാത്തിനും നന്ദി. ഞാൻ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പരമേശ്വര, പരമേശ്വരി. ഇങ്ങനെ നന്ദി പറയുക. എല്ലാ ദിവസവും പറയുക, രാവിലെ പറയുക, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എനിക്ക് എല്ലാവരോടും നിരുപാധിക സ്നേഹമാണ് പരമേശ്വര, പരമേശ്വരി. നിരുപാധിക സ്നേഹം എന്ന് വെച്ചാൽ എന്നാണെന്നറിയോ? ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. അതിപ്പം ഒരു വലിയ പണക്കാരനെ ആയിക്കോട്ടെ, പാവപ്പെട്ടവനെ ആയിക്കോട്ടെ, കഴിവുള്ള ആളെ ആയിക്കോട്ടെ, കഴിവില്ലാത്ത ആളെ ആയിക്കോട്ടെ, ഒരു വലിയ ജോലിയുള്ള ആളായിരിക്കാം, ചിലർ ജോലി ഇല്ലാത്തതായിരിക്കാം, ചിലർ താഴ്ന്ന ജോലിയുള്ളവർ, ചില വരുമാനം കുറവുള്ളവരായിരിക്കും. എല്ലാവരെയും ഒരുപോലെ സമമായിട്ട്, അതാണ് ശിവൻ, അതാ ബോധമാണ് ശിവൻ. എല്ലാവരെയും ഒരുപോലെ ഞാൻ സ്നേഹിക്കുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ. അവരെനിക്ക് അത് തരും, അവരെനിക്ക് ഇത് തരും, ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് വേണ്ടതാണ് അതാണ് നിരുപാധിക സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ഒന്നിനും വേണ്ടിയല്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. പരമേശ്വര, പരമേശ്വരി, അത് ശിവബോധമാണ്. അത് തന്നെയാണ് അൻപേ ശിവം, നിരുപാധിക സ്നേഹം. അതും എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മനസ്സിൽ പറയുക, പരമേശ്വര, പരമേശ്വരി, ഞാൻ നിരുപാധികമായി ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. എല്ലാത്തിനെയും സ്നേഹിക്കുന്നു. പ്രപഞ്ചത്തിൽ ദൈവികമായ സ്നേഹമാണ്. അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു സ്നേഹം ഉള്ളവരെല്ലാം ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്നേഹം ഉള്ളവരെല്ലാം ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉദാഹരണങ്ങൾ വേണേൽ പറയാം. ഹനുമാൻ സ്വാമി, അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്ര സ്വാമിയോട് നിരുപാധിക സ്നേഹമായിരുന്നു. നിരുപാധികം. അതുപോലെ കുരൂരമ്മയ്ക്ക് ഉണ്ണിക്കണ്ണനോട് നിരുപാധിക സ്നേഹമായിരുന്നു. പൂന്താലൻ നമ്പൂതിരിക്ക് ഭഗവാനോട് നിരുപാധിക സ്നേഹമായിരുന്നു. വില്ലുമംഗലത്തിന് ഭഗവാനോട് ആ ഒരു ഭഗവാനെ എന്നുള്ള ഒരു ചിന്ത ഉള്ളായിരുന്നു. അപ്പൊ ഈ നിരുപാധിക സ്നേഹം, നമ്മൾ ഒന്നും അല്ലാതെ ഭഗവാനെ നമ്മൾ ഒന്നിനും വേണ്ടി അല്ലാതെ സ്നേഹിച്ചവരെല്ലാം ഈശ്വരനെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒന്നും പ്രതീക്ഷിക്കില്ല, നമുക്കൊന്നിനും വേണ്ടിയല്ല. നമ്മൾ അങ്ങനെ ഞാൻ എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, ഇത് എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാത്തിനെയും സ്നേഹിക്കുന്നു. നിരുപാധികമായ സ്നേഹം എനിക്ക് എല്ലാത്തോടും. ഇങ്ങനെ മനസ്സിൽ പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ? നമ്മുടെ ആ ഉള്ളിലുള്ള മൂലാധാരത്തിലുള്ള കുണ്ടലിനി ശക്തി പോലും നമുക്ക് മുകളിലേക്ക് അതിൻ്റെ ഒരു ചെറിയ അനുഭവം ഉണ്ടാവും. കാരണം ശുദ്ധബോധമാണ്. നിന്റെ ഉള്ളിലെ ഈശ്വരനെ നീ അനുഭവിക്കുന്ന നിമിഷങ്ങളാണത്. ഇതിന് വേറെ എങ്ങും വല്ലവരുടെയൊക്കെ പുറകെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ സമയം കളാന്നുള്ളൂ. നിന്റെ ഉള്ളിൽ നീ ലയിച്ചിരിക്കുന്ന ആ ശുദ്ധബോധമാണ്. ആ നിമിഷമാണ് ധന്യം. അതാണ് സത്യജ്ഞാനം. അതാണ് ഈശ്വരൻ. ഇതിനെയാണ് നിങ്ങൾ ഈ ശിവരാത്രി ദിവസങ്ങളിൽ അറിയേണ്ടത്.
പരമേശ്വരനെയും പരമേശ്വരിയും ഇങ്ങനെ അറിയണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിൽ പറയണം കേട്ടോ. ശിവപ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യണം. പൂർണ്ണ മനസ്സോടെ പറ്റുന്ന പോലെ ചെയ്യണം. അത് നിങ്ങൾ ഒരാൾക്കൊരു ദാനം ആവശ്യമുള്ളപ്പം ചെയ്യുക. അതിന് ദിവസവും ആഴ്ചയൊന്നും നോക്കണ്ട. പിന്നെ ശനിയാഴ്ചകൾ പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഏത് ദിവസം വേണേലും ചെയ്യാം. ശനിയാഴ്ചകൾ ചെയ്യുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച, പൗർണമി വരുന്ന ദിവസങ്ങൾ, പിന്നെ പ്രദോഷം വരുന്ന ദിവസങ്ങൾ, ശിവരാത്രി, ഇതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ ശിവക്ഷേത്ര ദർശനം പ്രത്യേക ഫലം ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. എല്ലാ ദിവസവും ഫലം ലഭിക്കും, എങ്കിലും വിശേഷ ഈ ദിവസങ്ങൾ ശിവഭഗവാന്റെയും പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകും. ശിവനെ എപ്പം വിളിച്ചാലും ആദ്യം പരമേശ്വരിയെ വിളിക്കണം, ദിവ്യമാതാവിനെ. അമ്മയുടെ പാദങ്ങളെ കോടി കോടി പ്രാവശ്യം പ്രണമിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറയണം. എന്നിട്ട് വേണം ശിവഭഗവാനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് വേണം ഈ മന്ത്രവും ജപിക്കാൻ. വയനമശി അൻപേ ശിവം. പാർവതീദേവിയെ ആദ്യം പരമേശ്വരി, പാർവതീദേവി അമ്മയെ അവിടുത്തെ പാദങ്ങളിൽ കോടി കോടി മഹത്വം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം വയനമശി അൻപേ ശിവം. വാഗൊണ്ട് ജപിക്കാം, മനസ്സിലും ജപിക്കാം കേട്ടോ. അപ്പോഴാണ് അത് ഫലമാകുന്നത്. ദേവിയിലാണ് എല്ലാം ഇരിക്കുന്നത്, ദേവിയിലാണ് സർവ്വതും ഇരിക്കുന്നത് എന്നറിയുക. അതാണ് ജ്ഞാനം, അതാണ് അറിവ്. മനസ്സിലാവുന്നുണ്ടോ? സത്യജ്ഞാന പറഞ്ഞു തരുന്നത്. ഇവിടെ ഗുരുവും ശിഷ്യനും കളിയൊന്നുമില്ല, ഡയറക്റ്റ് തരിക. അത് ഞാനല്ല, ഈശ്വരനാ തരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കുന്നത്, ഇത് സത്യമുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. എത്ര സുഖമാണെന്നറിയോ ആദ്യം ലയിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? സത്യമുള്ള കാര്യമാണ്. ആ സത്യജ്ഞാനമാണ് നിങ്ങൾ അറിയുകയാണ്. ഇതാണ് ആ സത്യജ്ഞാനമാണ് അറിയേണ്ടത്. അപ്പം ഭഗവാനെ നിങ്ങൾ ഇനിയും ശിവരാത്രിക്കൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും തലേദിവസവും ശിവരാത്രിയുടെ എന്നും അത് കഴിഞ്ഞ ദിവസവും ഒക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ വഴിപാടും ചെയ്യാം. പാൽപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കൂവളത്തിലാർച്ചന, പിൻവിളക്ക്, നെയ്വിളക്ക്, ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ സാമ്പത്തികം ഉണ്ടാകാനും ഒക്കെ ഉപകരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പം നമ്മളെ എല്ലാ കർമ്മദോഷങ്ങളെയും മാറ്റുവാനും ഒക്കെ ഈ വയനമശി അൻപേ ശിവം അപാര വശ്യവുമാണ്. നമുക്കെല്ലാം ഉണ്ടായി വരും. ഞാനീ പറഞ്ഞ 3 കാര്യങ്ങളോട് മനസ്സിൽ ദിവസവും പറയണം കേട്ടോ. അത് നിങ്ങൾ അതിൽ ലയിച്ച് പറയണം. അതായത് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു, എനിക്ക് ആരോടും വിരോധമില്ല, എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു, എന്നോടും ക്ഷമിക്കുന്നു. ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് പറയുക. ഞാൻ എല്ലാത്തിനും നന്ദി പരമേശ്വര, പരമേശ്വരി. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതിന്, ഞാൻ ശ്വസിക്കുന്നതിന്, നടക്കുന്നതിന്, എനിക്ക് ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതിന് എല്ലാത്തിനും നന്ദി പറയുക. ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും പറ്റുന്ന പോലെ നന്ദി പറയുക. പിന്നെ എല്ലാവരോടും എനിക്ക് നിരുപാധിക സ്നേഹമാണ്. നിരുപാധികമായ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും എനിക്ക് സ്നേഹിക്കുവാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ, സകല ജീവജാലങ്ങളെയും, സകല പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും, മനുഷ്യനെയും എല്ലാത്തിനോടും എനിക്ക് സ്നേഹമാണ്. നിരുപാധിക സ്നേഹമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള സ്നേഹമാണ്. അത് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയും. ആ സ്നേഹമാണ് ദിവ്യ സ്നേഹം. ആ സ്നേഹമാണ് ഈശ്വരൻ. അതാണ് അൻപേ ശിവം, വയനമശി അൻപേ ശിവം. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചതിന്, ഈ നിമിഷം എനിക്ക് ഈശ്വരൻ എനിക്ക് തന്നതിന് ഈശ്വര, പരമേശ്വര, പരമേശ്വരി, നിങ്ങൾക്ക് നന്ദി. കോടി കോടി മഹത്വം. എനിക്ക് യാതൊരു കഴിവുമില്ല. ഭഗവാൻ എൻ്റെ മനസ്സിൽ തന്നു, നിങ്ങൾക്കത് പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഭഗവാൻ പരമേശ്വരനും പരമേശ്വരിക്കും കോടി കോടി നന്ദി, മഹത്വം. വയനമശി അൻപേ ശിവം.